ഹലോ എവരി വൺ, വെൽക്കം ടു ദ റെയിൻബോ ടാരോ. ഇത് ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. എനിക്കെന്തോ ചാനലിലായിട്ട് മെസ്സേജസ് വന്നു, ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ച് നിങ്ങളോട് പറയണം, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണമെന്ന്. ആരാണോ ഈ വീഡിയോ കാണുന്നത്, ചിലപ്പോൾ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കേൾക്കുന്നത്. ആർക്കേഞ്ചൽ മൈക്കിൾ ഒരു മാലാഖയാണ്. ഇൻഫാക്ട് മാലാഖമാരുടെ കൂട്ടത്തിൽ, മാലാഖമാരുടെ റിലമിൽ, ആ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും വലിയ മാലാഖയായിട്ടാണ് ആർക്കേഞ്ചൽ മൈക്കിളിനെ കാണുന്നത്. എത്രയോ കോടി മാലാഖമാരുള്ളതിൽ ആർക്കേഞ്ചൽ മൈക്കിളാണ് എല്ലാ മാലാഖമാരുടെയും ഏറ്റവും വലിയ നേതാവെന്ന് വേണമെങ്കിൽ പറയാം. സോ ആർക്കേഞ്ചൽ മൈക്കിളിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആർക്കേഞ്ചൽ മൈക്കിൾ നമ്മളെ എല്ലാ സ്ഥലത്തും, എവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മളെ രക്ഷിച്ചിരിക്കും. എവിടെയെല്ലാം രക്ഷിക്കാൻ പറ്റുമോ അവിടെയെല്ലാം പുള്ളിക്കാരൻ രക്ഷിച്ചിരിക്കും. ആൻഡ് നമുക്ക് പുള്ളിക്കാരൻ്റെ ഒരു ബ്ലൂ വയലറ്റ് ലൈറ്റാണ് പുള്ളിക്കാരനുള്ളത്. ആ ലൈറ്റ് നമ്മളെ ചുറ്റും ഇങ്ങനെ ഉണ്ടെന്ന്, ആവരണം പോലെ ഉണ്ടെന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആ പുള്ളിക്കാരൻ്റെ ആ ഒരു എനർജി അവിടെ പ്രസൻ്റ് ആവും. എനിക്ക് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു മാലാഖയാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. ഇപ്പോൾ ബൈബിളിലൊക്കെ ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്റ്റാച്യൂവിൽ കാണുന്ന പോലെയാണ് മൈക്കിൾ നിൽക്കുന്നത്. ഒരു വെള്ളി വാളേന്തി ഇങ്ങനെ ഒരു ഒരു പാമ്പിനെ ചവിട്ടി കൊല്ലുന്ന രീതിയിൽ. ഇത് പാമ്പൊരു പിശാച് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ മാലാഖയോട് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ 3 തവണ ആർക്കേഞ്ചൽ മൈക്കിൾ, ആർക്കേഞ്ചൽ മൈക്കിൾ, ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് വിളിക്കണം. എന്നിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത്, എന്താണോ നമ്മുടെ ആവശ്യം, അത് പറയുക. അതിനുശേഷം 3 തവണ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാൽ അപ്പോൾ വിളി കേൾക്കുന്ന ഒരാൾ ആർക്കേഞ്ചൽ മൈക്കിളാണ്. എന്ത് കാര്യത്തിന്, ഇപ്പോൾ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോവുകയാണ്, നിങ്ങളെ വീട് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണമെന്ന് വെച്ചോ, നിങ്ങൾ വീടിന് ചുറ്റും ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ വയലറ്റ് ലൈറ്റ് വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. നമ്മളെ വീട് ചുറ്റും ബ്ലൂ ലൈറ്റാൽ കവേർഡാണ്. ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു കവറിങ് ഉണ്ട് നമ്മളെ വീടിന് ചുറ്റും. എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണം, നമുക്ക് പ്രൊട്ടക്ഷൻ വേണം, അത് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളെ വീട്ടിലാരെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോവാണ്, അപകടങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഉടനെ ആർക്കേഞ്ചൽ മൈക്കിളിനെ വിളിച്ച് പറഞ്ഞാൽ മതി, ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ട് ദാറ്റ് പേഴ്സൺ. ആ ആളിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അവരുടെ ചുറ്റും മൈക്കിളിൻ്റെ പ്രഭാവലയം കാണുക. അത്രയേ ഉള്ളൂ. ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. അറ്റ് എനി കോസ്റ്റ് പുള്ളിക്കാരൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അഡിക്ഷൻസ്, നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത കുറേ, എന്താ പറയുക, നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റ്സ്, അതെല്ലാം ബ്രേക്ക് ചെയ്യാനായിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിന് പറ്റും. ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ വാള് അതിനാണ് കൊണ്ട് നടക്കുന്നത്. ആ വാള് കൊണ്ട് എല്ലാ ബന്ധനങ്ങളെയും മോചിപ്പിക്കാനായിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിന് പറ്റും. അതൊരു വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. അഗെയിൻ അതൊരു മെഡിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ധ്യാനത്തിലിരുന്നിട്ട് ആ വാള് കൊണ്ട് നമ്മളെ ദേഹം ചുറ്റും ആർക്കേഞ്ചൽ മൈക്കിൾ ഇങ്ങനെ വെട്ടുകയാണെന്ന് വിചാരിക്കുക. നമ്മളെ ദേഹത്ത് ചുറ്റുമുള്ള എല്ലാ ബന്ധനങ്ങളും, അപ്പോൾ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇതൊരു ക്രിസ്ത്യൻ ഇതാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിറ്റിയിലാണ് ഇതിന് എന്താ പറയുക പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു മതത്തിൻ്റെയും അധീനതയിലല്ല ആർക്കേഞ്ചൽ മൈക്കിൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഹിന്ദുവാണ്, ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ മറ്റേതെങ്കിലും മതത്തിലുള്ള ആളായിരിക്കും. ആർക്കേഞ്ചൽ മൈക്കിൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. നിങ്ങൾ ക്രിസ്ത്യൻ ആവണമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റീനെ ഫോളോ ചെയ്യണോ ഒന്നുമില്ല. ബട്ട് ഹീസ് എവ്രിവെയർ, ഹീസ് ഫോർ എവ്രി വൺ. ആര് വിളിച്ചാലും വിളിയേക്കുന്ന ഒരു മാലാഖയാണ്. പിന്നെ മാലാഖമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മാലാഖമാർ നമ്മളെ മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഇടയിൽ നിൽക്കുന്ന ഒരു കണക്ഷനാണ് മാലാഖമാർ. ഇപ്പോൾ ചോദിക്കാം, നമ്മുടെ ഹിന്ദു മതത്തിൽ അങ്ങനെ മാലാഖമാരുണ്ടോ എന്ന്. മാലാഖമാരില്ലെങ്കിൽ ദേവതകളുണ്ട്. നമുക്ക് ദേവതകൾ തന്നിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് എൻറ്റിറ്റീസ് ഹിന്ദു മതത്തിലുണ്ട്. ആർക്കേഞ്ചൽ മൈക്കിളിനെ നമുക്ക് വേണമെങ്കിൽ ഹനുമാൻ്റെ എനർജി ആയിട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു അതേ പ്രൊട്ടക്ഷൻ എനർജിയാണ് ഹനുമാൻ, ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണ് നമുക്കൊക്കെ തരുന്നത്. അതേ കണക്കത്തെ പ്രൊട്ടക്ഷനാണ് ആർക്കേഞ്ചൽ മൈക്കിളും തരുന്നത്.
സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മൈക്കിളുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. ഹീസ് ആൻ അമേസിങ് ആർക്കേഞ്ചൽ ആൻഡ് ഹി വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു. എപ്പോഴും നമ്മളോട് ഉണ്ടാവും, വിളിച്ച വിളിപ്പുറത്ത് എത്തിയിരിക്കും. അത് എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. എൻ്റെ സ്പിരിച്വൽ ജേർണി, എൻ്റെ ജേർണി തുടക്കം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആർക്കേഞ്ചൽ മൈക്കിൾ കാരണമാണ്. എനിക്ക് ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ബൈ ചാൻസ് ഞാൻ എന്തിലോ വന്ന് തട്ടി, അത് ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ചുള്ളതായിരുന്നു. പിന്നെ അങ്ങോട്ട് ആർക്കേഞ്ചൽ മൈക്കിൾ എൻ്റെ ലൈഫിനെ വിട്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് എല്ലാം 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 മൈക്കിൾ തന്നെ ലൈഫിൽ കൊണ്ടുവന്നതും പഠിപ്പിച്ചതും അനുഭവിപ്പിച്ചതും എല്ലാം ആണ്. സോ 11 നമ്മൾ കാണുന്ന 11 നമ്മളെല്ലാവരും പറയുന്ന സോ കോൾഡ് നമ്പർ, അത് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ആർക്കേഞ്ചൽ മൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണ്, താല്പര്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യുക, 11 കമൻറ്റ് ചെയ്യുക. ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.